നമസ്കാരം. പൊതുവെ സിദ്ധന്മാരുടെ സമാധി സ്ഥലങ്ങൾ ശക്തി അധികമുള്ളവ എന്നത് ഭക്തന്മാരുടെ അനുഭവപൂർവമായുള്ള അഭിപ്രായങ്ങളാണ്. പല മലകളിലും പല സിദ്ധന്മാരുടെയും ജീവസമാധികളുണ്ട്. പക്ഷേ 18 സിദ്ധന്മാരിൽ ഒരാളായ കാളങ്കിനാഥർ എന്ന സിദ്ധർ മൂലവർ സ്ഥാനം വഹിക്കുന്ന കഞ്ചമല അടിവാരത്തിലുള്ള കോവിലിനെ പറ്റിയും കഞ്ചമല രഹസ്യങ്ങളെ പറ്റിയും മനസ്സിലാക്കാം. ക്ഷേത്രം അരുൾമികു സിദ്ധേശ്വര സ്വാമി തിരുക്കോവിൽ. ഈ ക്ഷേത്രം തമിഴ്നാട്ടിൽ സേലം ജില്ലയിൽ ഇളംപിള്ളയ്ക്കടുത്ത് ചിന്നസീരകപ്പാടി എന്ന ഗ്രാമത്തിലുള്ള കഞ്ചമല അടിവാരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. 1300 വർഷത്തിലധികം പഴക്കമുള്ള ഈ ക്ഷേത്രത്തിൽ 18 സിദ്ധന്മാരിൽ ഒരാളും പഴനി നവപാഷാണ ദണ്ഡായുധപാണി ശില നിർമ്മിച്ച ബോഗർ സിദ്ധരുടെ ഗുരുവുമായ കാളങ്കിനാഥർ എന്ന സിദ്ധരാണ് സിദ്ധനാഥേശ്വരർ, കഞ്ചമല സിദ്ധർ എന്നീ നാമങ്ങളിൽ മൂലവർ സ്ഥാനം വഹിക്കുന്നത്. കൗലൻകി എന്ന ചൈനക്കാരനായ യോഗിയാണ് കഞ്ചമലയിലെത്തി കാളങ്കിനാഥരായത് എന്നും പറയപ്പെടുന്നു. ആ കാലഘട്ടത്തിൽ കഞ്ചമലയുടെ മുകളിൽ സിദ്ധന്മാർ ഒന്നുചേർന്ന് പല ആത്മീയ, മരുത്വ, പാഷാണ രസവിദ്യകൾ പരീക്ഷിച്ചതിന്റെ അടയാളങ്ങൾ ഇന്നും മലയിലുണ്ട്. അമാവാസി ദിവസം വിശേഷമായ ഈ കോവിലിന് അമാവാസി കോവിൽ എന്നും നാമമുണ്ട്. കഞ്ചമല എന്നത് ഒരു അതിശയമല. പലർക്കും അറിയാത്ത അഗസ്ത്യർ, തിരുമൂലർ, കോരക്കർ, കരൂരാർ, കാളങ്കിനാഥർ, കൊങ്കണ സിദ്ധർ, ജടയാണ്ടി സിദ്ധർ, നവനാഥർ, അകപ്പെ സിദ്ധർ, മലവായ്മല സിദ്ധർ, സുലുമുനിയ സിദ്ധർ എന്നിങ്ങനെ പല സിദ്ധന്മാരും ജീവിച്ച, ഇന്നും രഹസ്യജീവിതം നയിക്കുന്ന കൊല്ലിമലയുടെ ഒരു തുടർച്ചയായ മലയാണിത്. പ്രാപ്തിയും ഭക്തിയുമുള്ള ഭക്തർക്ക് മുന്നിൽ പല രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവരെ അനുഗ്രഹിക്കുന്ന ജോലി ഇന്നും അവർ നിറവേറ്റുന്നുണ്ട്. അവരുടെ അനുഗ്രഹം കിട്ടിയ എത്രയോ ഭക്തന്മാരുമുണ്ട്. കഞ്ചം എന്ന ചൊല്ലിന് പൊന്ന്, ഇരുമ്പ്, താമര എന്നിങ്ങനെ 3 അർത്ഥങ്ങളുണ്ട്. യുഗങ്ങൾക്ക് മുമ്പ് സിദ്ധന്മാർ ഗർഭമൂലിക എന്ന ഔഷധച്ചെടി തേടി അലഞ്ഞ് എങ്ങും കിട്ടാത്തതിനാൽ ബ്രഹ്മദേവനെ തപസ് ചെയ്തപ്പോൾ ബ്രഹ്മദേവനാൽ സൃഷ്ടിക്കപ്പെട്ട് സിദ്ധന്മാർക്ക് നൽകിയ മലയാണ് കഞ്ചമലയെന്ന് കരപുരനാഥ പുരാണത്തിൽ പരാമർശമുണ്ട്. രാമായണത്തിൽ ഹനുമാൻ സഞ്ജീവി മല കൊണ്ടുപോകുമ്പോൾ കുറഞ്ഞ അളവിൽ താഴെ വീണ ചെറുകഷ്ണമായതിനാലും മേലെ നിന്ന് നോക്കുമ്പോൾ താമര പോലെ തോന്നിക്കുന്നതിനാലും കഞ്ചം എന്ന പേര് വന്നിരിക്കാമെന്നാണ് ചരിത്രകാരന്മാരുടെ വിലയിരുത്തൽ. ഈ മലയിൽ നിന്ന് അടിവാരത്തിലൂടെ ഒഴുകുന്ന നദിയാണ് പൊന്നി നദി. ഈ മലയിൽ നിന്നും ധാരാളം പൊന്നു ലഭിച്ചതിനാൽ പൊന്മല എന്ന നാമവും ഉണ്ട്. ഈ നദിക്കരികിൽ പൊന്നുണ്ടാക്കിയ ഇടം പൊന്നഗർ എന്നും ആ പൊന്നിന്റെ മാറ്റുരച്ചു നോക്കിയ ഏഴുമാത്താനൂർ എന്ന സ്ഥലവും ഇപ്പോഴുമുണ്ട്. പൊന്നി നദിയിൽ നിന്ന് തങ്കം കിട്ടിയ ഗ്രാമവാസികൾ ഈ അടുത്ത കാലം വരെ ജീവിച്ചിരുന്നു എന്നാണ് പറയുന്നത്. പരാന്തക ചോഴൻ ചിദംബരം ക്ഷേത്രം പൊന്നിന്റെ ഓടുകൊണ്ട് മേഞ്ഞ് പൊന്നമ്പലമാക്കിയത് കഞ്ചമലയിലെ സ്വർണം കൊണ്ടാണെന്നത് ചരിത്രം. കഞ്ചമലയിൽ തങ്കം ഉണ്ടെന്ന് ആ കാലഘട്ടത്തിലെ കാർമേക കവി തന്റെ കൊങ്കുമണ്ഡല ശതകം എന്ന പുസ്തകത്തിൽ പരാമർശിച്ചിട്ടുണ്ട്. സേലം ഭാഗത്തെ ജനങ്ങൾ സ്വർണം അധികം വാങ്ങി സൂക്ഷിക്കുന്ന പഴക്കമുള്ളവരായതിനാലോ എന്തോ 10 അടിക്ക് ഒരു സ്വർണ്ണക്കട അവിടെയുണ്ട്. തങ്കം വാങ്ങണമെന്ന് മനസ്സിൽ ആഗ്രഹിക്കുന്നവർ പൂർണ്ണ വിശ്വാസത്തോടെ കഞ്ചമല സിദ്ധരെ വന്നു കണ്ട് മുറയാംവണ്ണം പ്രാർത്ഥിച്ചാൽ ആവശ്യമുള്ള അളവിൽ സ്വർണം ലഭിക്കാനുള്ള സാഹചര്യമുണ്ടാവും എന്നത് ഈ ക്ഷേത്രത്തിൽ വരുന്ന ഭക്തജനങ്ങളുടെ പ്രബലമായ വിശ്വാസങ്ങളിൽ ഒന്നാണ്. ഈ കാലഘട്ടത്തിൽ കഞ്ചമലയിൽ ധാരാളം ഇരുമ്പ് ധാതുക്കൾ ഉണ്ട്. ഇവിടെയുള്ള കറുത്ത മലപ്പാറകളിൽ കാന്തം വെച്ചാൽ അത് ഒട്ടിപ്പിടിക്കും. ഈ സാധ്യത മുന്നിൽ കണ്ടായിരിക്കാം സേലം സ്റ്റീൽ പ്ലാന്റ് ഇവിടെ അടുത്ത് സ്ഥാപിച്ചിരിക്കുന്നത്. അലക്സാണ്ടർ ചക്രവർത്തിക്ക് പോറസ് മന്നൻ സമ്മാനിച്ച വാൾ കഞ്ചമല ഇരുമ്പിനാൽ തയ്യാർ ചെയ്തതാണെന്നൊരു കഥയുമുണ്ട്. കഞ്ചമലയിലെ കറുത്ത മരങ്ങൾ ധാരാളമുള്ള കാടിന് കരുങ്കാട് എന്നാണ് പേര്. ഈ കരുങ്കാട്ടിൽ 12 വർഷത്തിലൊരിക്കൽ കായ്ക്കുന്ന കരുനെല്ലി, കരുന്നൊച്ചി, വെള്ളച്ചാർണച്ചെടി, ചായാമരങ്ങൾ, രാത്രിയിൽ ഒളിവീശുന്ന ജ്യോതിവൃക്ഷങ്ങൾ, ആയുധങ്ങളാൽ ഉണ്ടാവുന്ന മുറിവ് മാറ്റുന്ന ശല്യക്കരണി, പോയ ജീവൻ തിരിച്ച് ശരീരത്തിൽ ചേർക്കുന്ന അമൃത സഞ്ജീവിക്കരണി എന്നിങ്ങനെ എണ്ണമറ്റ ദേവലോക മൂലികകൾ ഉണ്ടെന്ന് ബ്രഹ്മദേവൻ സിദ്ധന്മാർക്ക് ഉപദേശിച്ചതായി കരപുരനാഥർ പുരാണത്തിൽ പരാമർശമുണ്ട്. ഇപ്പോഴത്തെ ധർമ്മപുരി മുമ്പ് ഭരിച്ചിരുന്ന അദ്യമാൻ എന്ന ചേരമന്നന് കായകൽപ്പ ഔഷധങ്ങളിൽ ഒന്നായ കരുനെല്ലിക്കായി ഒന്ന് കിട്ടി. പക്ഷേ അദ്ദേഹം അത് ഭക്ഷിക്കാതെ പണ്ഡിതയായ അവ്വയാർക്ക് കൊടുത്തു. ആ നെല്ലിക്കനി ഈ മലയിൽ നിന്നാണെന്നാണ് ചരിത്രം. ജീവൻ തിരിച്ചു കൊടുക്കുന്ന അമൃത സഞ്ജീവിക്കരണി എന്ന മൂലിക ഈ മലയിൽ ഉണ്ടെന്ന് വ്യക്തമാക്കുന്ന ഒരു കഥയും നിലവിലുണ്ട്. കഞ്ചമലയിൽ ആദ്യകാലത്ത് ഒരു കൊള്ളക്കാരൻ ജീവിച്ചു വന്നിരുന്നു. ഒരു നാൾ അവന്റെ പ്രണയിനി അവന് ആഹാരമായി മീൻകറി തയ്യാറാക്കിക്കൊണ്ട് ഉൾക്കാട്ടിലേക്ക് പോകുമ്പോൾ മഴ വന്നതിനാൽ ഭക്ഷണത്തിന്റെ കൂടെ ഒരു കുറ്റിക്കാട്ടിനുള്ളിലേക്ക് നനയാതിരിക്കാൻ തുരുകി വെച്ചു. മഴ മാറിയതും ഭക്ഷണം കൊണ്ടുകൊടുത്തു. കൊള്ളക്കാരൻ പാത്രം തുറന്നപ്പോൾ കറിയിലുണ്ടായിരുന്ന മീൻ ജീവനോടെ തുടിച്ചുകൊണ്ടിരുന്നത്രേ. കാര്യങ്ങൾ അന്വേഷിച്ചറിഞ്ഞ കൊള്ളക്കാരൻ പ്രണയിനിയെയും കൂട്ടി ഭക്ഷണക്കൂടെ വെച്ചതായി പറഞ്ഞ കുറ്റിക്കാട്ടിലെത്തി. മഴയിൽ എല്ലാ ചെടിയും നനഞ്ഞു വീണ് കിടക്കുമ്പോൾ ഒരു ചെടി മാത്രം ഉഷാറോടെ നിവർന്നു നിൽക്കുന്നു. സ്ഥിരവാസം കാട്ടിനുള്ളിലായതിനാൽ കൊള്ളക്കാരന് അല്പസ്വല്പം സിദ്ധവൈദ്യമെല്ലാം വശമുണ്ടായിരുന്നിരിക്കണം എന്ന് വേണം മനസ്സിലാക്കാൻ. അയാൾ ആ ചെടി പിഴുത് ചുരുട്ടിയെടുത്ത് തന്റെ കയ്യിലുണ്ടായിരുന്ന കടാരയാൽ തുടയിൽ ഒരു മുറിവുണ്ടാക്കി ചെടി അതിൽ വെച്ച് അമർത്തിയതും ചെടിയോടെ മുറിവ് അപ്രത്യക്ഷമായി. ആ മൂലികച്ചെടിയാണ് സിദ്ധവൈദ്യന്മാരുടെ ഭാഷയിൽ കൽപ്പരമി. പിന്നീട് ആ കൊള്ളക്കാരൻ സകല ആരോഗ്യത്തോടെയും ആയുസോടെയും ധാരാളം കൊള്ള നടത്തി വന്നു. ഒരു പ്രാവശ്യം കുറ്റം ചെയ്ത് പിടിക്കപ്പെട്ടപ്പോൾ പല പ്രാവശ്യം അവനെ തൂക്കിലേറ്റിയും അവൻ മരണപ്പെട്ടില്ല. ഒടുവിൽ ഈ ചെടിയാണ് അവന്റെ ജീവൻ രഹസ്യം എന്ന കാര്യം അവനോട് തന്നെ ചോദിച്ചു മനസ്സിലാക്കി
കാലിന്റെ തുട കീറി ആ ചെടിയെടുത്ത് കളഞ്ഞ ശേഷം അവനെ തൂക്കിലേറ്റിയപ്പോൾ അവൻ മരണപ്പെട്ടു എന്നാണ് കഥ. കാളങ്കിനാഥരുടെ ഗുരുഭക്തി തിരുമൂലനാഥർ മനസ്സിലാക്കിയതും അഗസ്ത്യർ പൊതികമലയിലേക്ക് തുരങ്കപാത വഴി പോയതും കഞ്ചമലയിൽ നിന്നാണ്. ഈ മലയെ ചുറ്റിയുള്ള 18 കിലോമീറ്റർ ദൂരമുള്ള ഗിരിവലം ഭക്തർ പൗർണമി ദിവസങ്ങളിൽ സിദ്ധേശ്വര നാമം ചൊല്ലി വൈകുന്നേരം 5 മണിക്ക് ആരംഭിക്കുന്നു. ഈ മല ഗിരിപ്രദക്ഷിണം ചെയ്താൽ ആഗ്രഹസിദ്ധി എന്നതിന് തർക്കമില്ല. സിദ്ധേശ്വര സ്വാമി തിരുക്കോവിലിനെ പറ്റിയുള്ള ഐതിഹ്യം ഇങ്ങനെയാണ്. കലിംഗദേശത്തിൽ വേദമംഗലം എന്നൊരു ഗ്രാമത്തിൽ സുന്ദരർ എന്നൊരു സിദ്ധർ ജീവിച്ചു വന്നിരുന്നു. പല തിരുസ്ഥല യാത്രകൾക്കൊടുവിൽ ഗരപുരീശ്വരരെ ശരണമടഞ്ഞ അദ്ദേഹത്തിന് ശിവഭഗവാൻ ദർശനം കൊടുത്ത് കലിയുഗത്തിൽ അരൂപിയായി കഞ്ചമല സിദ്ധർ എന്ന നാമത്തിൽ അറിയപ്പെടും എന്ന് വരം കൊടുത്തു. അദ്ദേഹമാണ് കാളങ്കിനാഥർ. അഷ്ടസിദ്ധികൾ വശമുള്ള കാളങ്കിനാഥർ സിദ്ധർക്ക് കാന്തശക്തിയാൽ വായുവിൽ പറന്ന് സഞ്ചരിക്കാനുള്ള കഴിവുണ്ടെന്ന് മെയ്ജ്ഞാന വിഴുവ് എന്ന പുസ്തകത്തിൽ പരാമർശമുണ്ട്. തിരുമന്ത്രം രചിച്ച തിരുമൂലർ സിദ്ധരുടെ ശിഷ്യനായിരുന്നു കാളങ്കിനാഥർ. ഇരുവരും കഞ്ചമലയടിവാരത്തിൽ കുടിൽ നിർമ്മിച്ച് താമസിച്ചു വന്നു. തിരുമൂലർ തന്റെ ഉടൽ ചെറുപ്പമാക്കാനുള്ള മൂലിക അന്വേഷിച്ച് കഞ്ചമലക്കാടുകളിൽ അലയുമ്പോൾ ശിഷ്യനായ കാളങ്കിനാഥർ ഗുരുവിനുള്ള ഭക്ഷണം തയ്യാറാക്കി അദ്ദേഹത്തിനൊപ്പം സഹായിയായി കഴിഞ്ഞുവന്നു. ഒരു നാൾ പതിവ് പോലെ തിരുമൂലർ സിദ്ധർ മൂലിക അന്വേഷിച്ച് കാട്ടിലേക്ക് പോയി. ഗുരുവിന് ഭക്ഷണം തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കാളങ്കിനാഥർ. ഏതോ ചിന്തയിൽ മുഴുകിയിരിക്കെ പാത്രത്തിലെ കഞ്ഞി തിളച്ചു തൂവി. ഇളക്കാൻ തവി കാണാത്തതിനാൽ അടുത്തുണ്ടായിരുന്ന ഒരു ചെടി പിഴുതെടുത്ത് അടുത്തു വച്ചിരുന്ന പാത്രത്തിലെ വെള്ളത്തിൽ കഴുകി ചെറിയ വടി പോലെയാക്കി കഞ്ഞി ഇളക്കിയതും കഞ്ഞി കറുത്ത നിറമായി മാറി. വിഷം പോലെ നിറത്തിലായ കഞ്ഞി കണ്ട് ഇത് ഗുരുവിന് കൊടുക്കുന്നത് ഉചിതമല്ലെന്ന് വിചാരിച്ച് കാളങ്കിനാഥർ അത് മുഴുവൻ ഭക്ഷിക്കുകയും ആ ചെടി അടുപ്പിലിട്ട് എരിക്കുകയും ചെയ്ത് വീണ്ടും ഭക്ഷണം തയ്യാറാക്കി. ഈ സമയത്തിനുള്ളിൽ മധ്യവയസ്കനായിരുന്ന അദ്ദേഹത്തിന്റെ ശരീരം ചെറുപ്പമായി ഒരു കൗമാരക്കാരൻ്റെതായി മാറി. മൂലികച്ചെടി കിട്ടാത്തതിനാൽ ആലോചനയോടെ വന്ന തിരുമൂലർ സിദ്ധർ കുടിലിൽ നിൽക്കുന്ന കൗമാരക്കാരനോട് തന്റെ ശിഷ്യൻ കാളങ്കിയെ ഇവിടെ എങ്ങാനും കണ്ടോ എന്ന് ചോദിച്ചു. ഉടനെ കാളങ്കിനാഥർ, ഗുരുവേ, ഞാനാണ് താങ്കളുടെ ശിഷ്യൻ കാളങ്കി എന്നുത്തരം പറഞ്ഞു. തിരുമൂലർക്ക് ജ്ഞാനദൃഷ്ടിയാൽ കാര്യം മനസ്സിലായെങ്കിലും എന്താണ് സംഭവിച്ചത് എന്നന്വേഷിച്ചു. കാര്യങ്ങൾ വിശദമാക്കിയപ്പോൾ ആ ചെടി എവിടെ എന്നന്വേഷിച്ചു. അത് അടുപ്പിലിട്ടു എന്ന് പറഞ്ഞപ്പോൾ ആ ചെടി കഴുകിയ വെള്ളം എവിടെ എന്ന് ചോദിച്ചു. പിന്നീട് ആ വെള്ളമെടുത്ത് കുടിച്ച് തിരുമൂലനാഥർ സിദ്ധരും ചെറുപ്പമായി എന്നാണ് പറയുന്നത്. ഇരുവരും ഇളമേ, അതായത് ചെറുപ്പമായതിനാൽ ഇവിടം ഇളംപിള്ളെ എന്ന സ്ഥലനാമം വന്നു. പിന്നീട് കാളങ്കിനാഥരോട് ഇവിടെ തങ്ങി ജനങ്ങളുടെ രോഗം മാറ്റി ജനങ്ങൾക്ക് സേവനം ചെയ്യാൻ നിർദ്ദേശിച്ച് തിരുമൂലനാഥർ അവിടെ നിന്നും പുറപ്പെട്ടു എന്നാണ് കഥ. വൃദ്ധനായിരുന്ന താൻ പെട്ടെന്ന് ചെറുപ്പമായതിനാൽ ജനങ്ങൾ തന്നെ വിശ്വസിക്കില്ല എന്ന തോന്നൽ കാളങ്കിനാഥർക്കുണ്ടായതിനാൽ ഒരു നാടകം അദ്ദേഹം നടത്തി. കഞ്ചമല അടിവാരത്തിലുള്ള ഒരു ഗ്രാമമാണ് നല്ലടംപട്ടി. അവിടെയുള്ള കുട്ടികൾ കുറ്റിക്കാടുകളിൽ ആടുമാടുകളെ മേച്ചുകൊണ്ട് കളിക്കുന്നതും ഉച്ചനേരങ്ങളിൽ അവർ കൊണ്ടുവരുന്ന ഭക്ഷണം പങ്കിട്ട് കഴിക്കുന്നതും സഹജം. ഒരു നാൾ കുട്ടികളുടെ കൂടെ കളിയിൽ ഒരു പുതിയ കുട്ടി ചേരുകയും കളിയിലെല്ലാം വിജയിക്കുകയും ചെയ്തു. ജയിച്ചവൻ തോറ്റവരുടെ തലയിൽ ഒരു കൊട്ടു കൊടുക്കുന്നത് കളിയിൽ സാധാരണം. ഉച്ചയ്ക്ക് കുട്ടികൾ ഭക്ഷണം കഴിക്കുന്ന നേരത്ത് പുതിയതായി വന്ന കുട്ടി സ്ഥിരം ഒരു പശുവിന്റെ പാൽ കറന്നു കുടിക്കുകയും ചെയ്യുന്നു. കുട്ടികൾ ഇത് വീട്ടിൽ പോയി പറയണം എന്ന് വിചാരിച്ചെങ്കിലും വീടെത്തുമ്പോഴേക്കും അവർ ഇത് മറന്നുപോകുന്നു. ഒരു കുട്ടി ഇത് വീട്ടിൽ പറഞ്ഞേ തീരൂ എന്ന നിർബന്ധ ബുദ്ധിയോടെ ഉടുമുണ്ടിൽ ഒരു കെട്ടിട്ട് വെച്ചു. വീട്ടിലെത്തിയപ്പോൾ മാതാപിതാക്കൾ ഇത് കണ്ട് വിവരമന്വേഷിച്ചപ്പോൾ കുട്ടി നടന്നത് പറഞ്ഞു. പിറ്റേന്ന് കുട്ടിയുടെ പിതാവ് കുട്ടിയോടൊപ്പം സ്ഥലത്തെത്തി മറിഞ്ഞിരുന്ന് വീക്ഷിച്ചപ്പോൾ സംഗതി ശരിയാണ്. ബാലൻ പാൽ കറന്നു കുടിക്കുന്നു. അയാൾ നാട്ടുകാരെ കൂട്ടിക്കൊണ്ടുവന്ന് പശുവിനെ കെട്ടാൻ ഉപയോഗിക്കുന്ന കയറെടുത്ത് ബാലനെ തലങ്ങും വിലങ്ങും അടിച്ചു. വേദന താങ്ങാനാവാതെ അവൻ ഓടി ഒരു കുറ്റിച്ചെടിക്കിടയിൽ മറഞ്ഞു. കുറ്റിച്ചെടി മാറ്റി നോക്കിയ ജനങ്ങൾ കണ്ടത് തപസ് ചെയ്യുന്ന രൂപത്തിലിരിക്കുന്ന കാളങ്കിനാഥർ സിദ്ധരെയാണ്. ജനങ്ങൾക്ക് തങ്ങൾ തെറ്റ് ചെയ്തു എന്ന് മനസ്സിലായി. സിദ്ധർ തങ്ങളെ ശിക്ഷിക്കുമോ എന്നവർ ഭയന്നു. പക്ഷേ കാളങ്കിനാഥർ സിദ്ധർ ആരെയും ശിക്ഷിച്ചില്ല എന്ന് മാത്രമല്ല എല്ലാവർക്കും നല്ലത് ചെയ്തു. ജനങ്ങൾ അദ്ദേഹത്തെ സിദ്ധനാഥ സ്വാമി എന്നും കഞ്ചമല സിദ്ധർ എന്നും വിളിച്ചു വന്നു. കാളങ്കിനാഥർ സിദ്ധർ 1000 വർഷം ശിവഭഗവാനെ തപസ് ചെയ്തതിനാൽ ഭഗവാൻ അദ്ദേഹത്തിന് സിദ്ധേശ്വരർ എന്ന പദവി നൽകി എന്നാണ് പറയുന്നത്. പിന്നീട് ഒരു ഘട്ടത്തിൽ അദ്ദേഹം തപസ് ചെയ്യുന്ന രൂപത്തിലുള്ള ഒരു ശിലയായി മാറി എന്നാണ് ഐതിഹ്യം. ചിത്തിരമാസം 2ാമത്തെ ചൊവ്വാഴ്ച തുടങ്ങുന്ന സിദ്ധർ സിറപ്പ് എന്ന ഉത്സവത്തിന് കാരണം ഈ സംഭവമാണ്. നല്ലടംപട്ടി ജനങ്ങൾ തങ്ങൾ സിദ്ധരോട് ചെയ്ത തെറ്റിന് പ്രായശ്ചിത്തമായി മാപ്പ് ചോദിച്ചുകൊണ്ട് സിദ്ധരെ അടിച്ചവർ സിദ്ധരെ പോലെ വേഷമിട്ടും മറ്റുള്ളവർ അവരെ ചന്ദനക്കട്ട കൊണ്ടും കയറുകൊണ്ടും അടിക്കുന്ന ഉത്സവമാണിത്. കാളങ്കിനാഥർ സിദ്ധർ ഒരുപാട് അത്ഭുതങ്ങൾ നാട്ടിൽ നടത്തിയിട്ടുണ്ട്. അതിലൊരു സംഭവം ഇതാ. ഉത്തമചോഴപുരത്തിൽ കാടൻ എന്നൊരു വ്യവസായി ജീവിച്ചു വന്നിരുന്നു. അയാൾക്ക് 4 പെൺമക്കൾ. കാടന്റെ സഹോദരിക്ക് ഒരേ ഒരു മകൻ. കഠിനാധ്വാനിയായ ആ ചെറുപ്പക്കാരന് തന്റെ മൂത്ത മകളെ വിവാഹം ചെയ്തു കൊടുക്കാമെന്ന നിബന്ധനയോടെ കാടൻ തന്റെ കൂടെ ജോലിയിൽ ചേർത്തു. മൂത്ത മകൾക്ക് സ്വന്തക്കാർക്കിടയിൽ നിന്ന് ഒരു നല്ല കല്യാണാലോചന വന്നപ്പോൾ 2ാമത്തെ മകളെ നിനക്ക് വിവാഹം ചെയ്തു തരാം എന്ന് മരുമകനോട് പറഞ്ഞ് കാടൻ മൂത്ത മകളെ വിവാഹം ചെയ്തയച്ചു. ഇങ്ങനെ 3 പേരെയും വിവാഹം ചെയ്തു തരാമെന്ന് പറഞ്ഞ് കാടൻ മരുമകനെ പറ്റിച്ചു. ഒരു നാൾ ഇരുവരും കാട്ടുവഴിയിലൂടെ നടക്കുമ്പോൾ അവസാനത്തെ മകൾ നിനക്കുള്ളതാണെന്ന് കാടൻ പറഞ്ഞു.
കാരണം കഠിനാധ്വാനിയായ മരുമകനെ പിണക്കി നല്ല ഫലങ്ങൾ നഷ്ടപ്പെടുത്താൻ സൂത്രശാലിയായ കാടൻ ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ മരുമകൻ തിരിച്ചു ചോദിച്ചു, ശരി, പക്ഷെ ആരിതിന് സാക്ഷി? ആ സമയം അതുവഴി പോയ കരടിയെ കാണിച്ച് കരടി സാക്ഷി എന്ന് കാടൻ പറഞ്ഞു. ഒടുവിൽ 4ാമത്തെ മകളെയും വേറൊരാൾക്ക് കല്യാണം കഴിച്ചു കൊടുക്കാൻ കാടൻ മുതിർന്നപ്പോൾ മരുമകൻ എതിർത്തു. അയാൾ സ്വന്തക്കാരെയെല്ലാം വിളിച്ചു കൊണ്ടുവന്ന് കരടി സാക്ഷിയായി മാമൻ തനിക്ക് മകളെ വിവാഹം ചെയ്തു തരാമെന്ന് പറഞ്ഞതായി പറഞ്ഞു. ഇത് മരുമകനാൽ തെളിയിക്കാനാവില്ലെന്ന് മനസ്സിൽ കരുതി കാടൻ സന്തോഷിച്ചു. പക്ഷേ കരടിയായി രൂപം മാറിയെത്തിയ കാളങ്കിനാഥർ സിദ്ധർ സഭയിലെത്തി പറഞ്ഞത് സത്യമാണെന്ന് 3 പ്രാവശ്യം തലയാട്ടി. അങ്ങനെ മകൾ മരുമകന് സ്വന്തമായി എന്നാണ് കഥ. കഞ്ചമല അടിവാരത്തിൽ സ്ഥിതി ചെയ്യുന്നതും ഏകദേശം 60 ഏക്കറിൽ കാണപ്പെടുന്നതും കോവിലിന് മുന്നിലായി പല നാഴികക്കിണറുകൾ ഉള്ളതും രാജഗോപുരമില്ലാതെ മനോഹരമായ പ്രവേശന കവാടത്തോടു കൂടിയതുമായ അരുൾമികു സിദ്ധേശ്വര സ്വാമി തിരുക്കോവിൽ താരമംഗലം ഭരിച്ച കെട്ടിമുതലി മന്നൻ നിർമ്മിച്ചതാണെന്നാണ് അനുമാനം. 2024 സെപ്റ്റംബർ മാസത്തിലാണ് ക്ഷേത്രത്തിൽ കുംഭാഭിഷേകം നടന്നത്. മല ഉച്ചിയിൽ കാളങ്കിനാഥർക്കും തിരുമൂലനാഥർ സിദ്ധർക്കും സന്നിധിയുള്ള മലക്കോവിലേക്ക് പോകുവാൻ ഇവിടെ നിന്നും പാത ഉണ്ട്. അതേപോലെ മലയടിവാരത്തിൽ നിന്നും കുറച്ചു ദൂരം ചെന്നാൽ ചെറിയ കുന്നിന്റെ മേൽ ജ്ഞാന സദ്ഗുരു ബാലമുരുകൻ കോവിലുമുണ്ട്. കിഴക്ക് ദർശനമായ സിദ്ധേശ്വര സ്വാമി തിരുക്കോവിലിന്റെ മുൻവശത്ത് അധികാര നന്ദി, കല്ലിൽ വിളക്കുതൂൺ, കൽമണ്ഡപത്തിൽ വ്യത്യാസമായ നാഗർശിലകൾ, തെക്ക് ഭാഗത്ത് ഭക്തർക്ക് ധ്യാനം ചെയ്യാൻ സിദ്ധർ ആശ്രമം, കന്നിമൂലിയിൽ ഗണപതി ഭഗവാൻ, ശിവയോഗിയുടെ ചുവർ ശില്പം, നവഗ്രഹ സന്നിധി, സ്വാമി സന്നിധിക്ക് എതിരിൽ പ്രദോഷ നന്ദി, ഗണപതി സുബ്രഹ്മണ്യർ സന്നിധികൾ. ഈ ക്ഷേത്രത്തിൽ മൂലവർ ഭംഗിയുള്ള വിമാനത്തിന് കീഴെ ശിവലിംഗ വടിവത്തിലുള്ള കരുവറയിൽ ഇളം യോഗി കാളങ്കിനാഥർ സിദ്ധേശ്വര സ്വാമി എന്ന നാമത്തിൽ ചിന്മുദ്രയോടെ വീരാസനത്തിൽ തവക്കോലത്തിൽ ഗംഭീരമായി അമർന്ന നിലയിൽ ദർശനം തരുന്നു. ഇത് സിദ്ധർ കോവിലായതിനാൽ ഇവിടെ അമ്മൻ സന്നിധിയില്ല. പക്ഷേ വടക്ക് ദർശനമായി തനി വിമാനത്തോടെ പ്രത്യേകം സന്നിധിയിൽ സിംഹവാഹനത്തോടെ കാളിദേവി 8 കരങ്ങളിൽ ആയുധമേന്തിയപടി ദർശനം തരുന്നു. അടുത്തായി നന്ദവനം. ഇവിടെയുള്ള ക്ഷേത്രതീർത്ഥത്തിൽ ഭക്തർ അസുഖങ്ങളും കഷ്ടങ്ങളും മാറാൻ ഉപ്പും കുരുമുളകും സമർപ്പിക്കുന്നു. എത്ര ഉപ്പിട്ടാലും വെള്ളം പുളിക്കുന്നില്ല എന്നതാണ് അതിശയം. അഭിഷേകത്തിനും നൈവേദ്യത്തിനും ഈ ജലമാണ് ഉപയോഗിക്കുന്നത്. അതല്ലാതെ ഭക്തർക്ക് നീരാടുന്നതിനായി ധാരാളം കിണറുകൾ ക്ഷേത്രത്തിലുണ്ട്. ഇവിടം സന്ദർശിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് സന്താന ഭാഗ്യം, വിവാഹഭാഗ്യം, തൊഴിൽ അഭിവൃദ്ധി, ആഗ്രഹസിദ്ധി എന്നിവ വേഗത്തിലാവും എന്നാണ് വിശ്വാസം. ഭഗവാന് ഇവിടെ ശുദ്ധ അന്നമാണ് നിവേദിക്കുന്നത്. ഉച്ചകാല പൂജയിൽ ശിവാചാര്യന്മാർ കുളിച്ച് ഈറനോടെ പൂജകൾ ചെയ്യുന്നു. അന്നന്ന് അരച്ച ചന്ദനം മാത്രമാണ് പൂജയ്ക്ക് ഉപയോഗിക്കുന്നത്. പാൽ കൊണ്ട് മാത്രമാണ് അഭിഷേകം. സിദ്ധർ സിറപ്പ് ഉത്സവമല്ലാതെ അമാവാസി പൗർണമി നാളുകളും ചൊവ്വ, വെള്ളി, ശനി, ഞായർ ദിവസങ്ങളും വിശേഷപ്പെട്ടത്. വാഴപ്പഴം ഇഷ്ടമില്ലാത്ത കുരുങ്ങുകൾ ഉണ്ടാവുമോ? സിദ്ധേശ്വര സ്വാമി കോവിലിൽ ഭക്തർ നവഗ്രഹ പരിഹാര പൂജ ചെയ്ത ശേഷം വാഴപ്പഴം കുരുങ്ങുകൾക്ക് കൊടുത്താൽ എല്ലാ നേരത്തും അവ വാഴപ്പഴം സ്വീകരിക്കാറില്ല. അവ അത് സ്വീകരിച്ചാൽ ദോഷം നീങ്ങിയെന്നും അല്ലെങ്കിൽ 3 മാസത്തിന് ശേഷം വീണ്ടും ഒരു പ്രാവശ്യം വന്ന് പരിഹാരം ചെയ്യണം എന്നാണ് ഭക്തജനഭാഷ്യം. ക്ഷേത്രവൃക്ഷം വില്വം, വേപ്പുമരം. ക്ഷേത്രതീർത്ഥം കാന്തതീർത്ഥക്കുളം. പൂജാസമയം രാവിലെ 6:30 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ, വൈകുന്നേരം 4 മണി മുതൽ രാത്രി 8 മണി വരെ. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളും വിശേഷ ദിവസങ്ങളും ക്ഷേത്രം ഇടവേളയില്ലാതെ തുറന്നിരിക്കും. ക്ഷേത്രത്തിലേക്ക് എത്തുവാൻ സേലത്ത് നിന്ന് 15 കിലോമീറ്റർ. അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ സേലം. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.